നമ്മുടെ എല്ലാം മനസ്സിൽ തീരാ നോവായി അർജുൻ ഇപ്പോഴും കാണാമറയത്ത് തുടരുകയാണ്. ഈ സമയത്തും കണ്ണിൽ ചോരയില്ലാതെ പെരുമാറുന്ന ഒറ്റ ടീമേ ഉള്ളൂ, അതാണ് കോൺഗ്രസ്സുകാർ. അർജുൻ ഉൾപ്പെടെ കാണാതായവരുടെ രക്ഷാപ്രവർത്തനത്തിൽ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതീവ ഗുരുതരമായ അലംഭവമാണ്. കർണാടകയുടെ ഭരണ സംവിധാനം എത്രമാത്രം ദുരന്തമാണെന്ന് തെളിയിച്ച ഒരു സംഭവമായി ഈ അർജുൻ്റെ തിരച്ചിൽ മാറി. എന്നിട്ടിപ്പോൾ കർണാടക സർക്കാരിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ സൈബർ ടീം. മകനെ കാണാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കാത്തിരിക്കുന്ന അർജുൻ്റെ അമ്മയെപ്പോലും വെറുതെ വിടാത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേരിട്ടുള്ള ഇടപെടലും ഉദ്യോഗസ്ഥരുടെ ഏകോപനവും മാധ്യമങ്ങളുടെയും മലയാളികൾ ഓരോരുത്തരുടെയും കണ്ണിമ ചിമ്മാതെയുള്ള ജാഗ്രതയും കൊണ്ടാണ് ഇപ്പോഴുള്ളതെങ്കിലും അവിടെ നടന്നത്. സൈന്യം വന്നതും സിദ്ധരാമയ്യ വന്നതും ഒക്കെ അതിനുശേഷമാണ്. എന്തിന് ജില്ലാ ഭരണകൂടം പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത് കേരളത്തിൽ നിന്നുള്ള ശല്യം സഹിക്കവയ്യാതെയാണ്. അതുകൊണ്ടാണല്ലോ ലോറി ഉടമക്കാണോ ഡ്രൈവർക്കാണോ ഇത്ര പിടിപാട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചത്. ഒരു ഡ്രൈവർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യണോ എന്ന് നെഞ്ച് കലക്കുന്ന ചോദ്യം ചോദിച്ചത്. ഇതിന് മറുപടിയായിട്ട് നമ്മുടെ ലോറി ഉടമ മനാഫ് നൽകിയ ഉത്തരം മലയാളികൾ ഉള്ളിടത്തോളം ആരും മറക്കില്ല. ലോറി മുതലാളിക്കോ ഡ്രൈവർക്കോ ഒരു പിടിപാടുമില്ല, പക്ഷേ ആ മണ്ണിനടിയിൽ കിടക്കുന്നത് ഒരു മലയാളിയാണ്. അതിൻ്റെ പവറാണ് സാറേ. ഇനി കർണാടക ഒരുക്കിയ തെരച്ചിൽ രീതിയെക്കുറിച്ച് ചിലത് പറയാതെ വയ്യട്ടോ. കേരളത്തിലൊക്കെ നടന്നിട്ടുള്ള രക്ഷാപ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. കവളപ്പാറയിലും തൊട്ടടുത്ത് ആമയിഴഞ്ചാലിലും എല്ലാം നമ്മളത് കണ്ടതാണ്. ഇത് രാവിലെ 10-10:30 ആകുമ്പോൾ 2 ആൾ വരും, പിന്നെ ഒരാൾ വരും. ആൾ വന്നാൽ JCB ഉണ്ടാവില്ല, JCB ഉണ്ടെങ്കിൽ ടിപ്പറിൽ എണ്ണ ഉണ്ടാവില്ല. ഇങ്ങനെ രക്ഷാപ്രവർത്തനം തുടങ്ങണമെങ്കിൽ തന്നെ ഉച്ചയാകും. തുടങ്ങി ഒരു 1.5 മണിക്കൂർ ആകുമ്പോഴേക്കും ഭക്ഷണ സമയമായി. ഒരു 1.5 മണിക്കൂർ അങ്ങനെ പോകും. പിന്നെ വൈകുന്നേരം കടി കൂട്ടി ചായ, അങ്ങനെ കൃത്യം 5 മണിക്ക് രക്ഷാപ്രവർത്തനം നിർത്തി ബാക്കി നാളെ ബോർഡ് വെച്ച് എല്ലാവരും വീട്ടിൽ പോകും. ഇതായിരുന്നു കർണാടക മോഡൽ രക്ഷാപ്രവർത്തനം. ഇതാണ് സിദ്ധരാമയ്യ DK ഡബിൾ ബാരൽ ഗണ്ണ്. കർണാടക സർക്കാരിൻ്റെ പൊറുക്കാനാവാത്ത അനാസ്ഥയെ എന്ത് നുണ പറഞ്ഞും ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ സൈബർ കോങ്ങികൾ. പോസ്റ്ററുകളായും വാട്സപ്പ് ഫോർവേഡുകളായും പലതരത്തിലും അവരതിന് നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ഒക്കുന്നില്ല. അതുകൊണ്ടാവും ഇപ്പോൾ അർജുൻ്റെ കുടുംബത്തിനെതിരെ തിരിഞ്ഞത്. കുടുംബത്തിനെതിരെ അശ്ലീലം പറയാൻ മാത്രം സൈബർ ക്രിമിനലുകളെ ഇറക്കി വിട്ടിരിക്കുകയാണ്. മകനെ കാണാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കാത്തിരിക്കുന്ന അർജുൻ്റെ അമ്മയെപ്പോലും വെറുതെ വിടുന്നില്ല. ഇതാണ് യഥാർത്ഥ കോൺഗ്രസ്. മാധ്യമങ്ങൾ എക്സ്ട്രാ ടൈം പണിയെടുത്ത് താങ്ങിക്കൊടുക്കുന്നത് കൊണ്ട് മാത്രം നിലനിന്ന് പോകുന്ന ഒരു ഏർപ്പാടാണ് ഈ കോൺഗ്രസ്. അവർക്ക് സാധാരണ മനുഷ്യരുടെ ജീവനും ജീവിതവും ഒന്നും ഒരു വിഷയമേ അല്ല. പ്രതിസന്ധികൾ അഭിമുഖീകരിക്കാനും പോലും മനസ്സില്ലാത്ത അഹങ്കാരികളുടെ ആൾക്കൂട്ടം മാത്രമാണത്. അത് മാത്രമാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കുന്ന ഒന്നാം തരം ഉദാഹരണമാണ് അർജുൻ്റെ തിരോധാനം.